അപ്പൊ ഞാൻ ഈ ബൈബിളിലെ ആകപ്പാടെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇതിൽ ഒബീഡിയൻസ് അല്ലെങ്കിൽ അനുസരണ ഉള്ളതിന് ഒരു പ്രാധാന്യം കാണുന്നതായിട്ടാണ് തോന്നുന്നത്. നിങ്ങൾ അനുസരിക്കുക, നിങ്ങൾ റിബലിയസ് ആകാതിരിക്കുക എന്നുള്ള കാര്യം. അപ്പം ഇതിൽ റിബലിയസ് ആവുന്നതാണോ ശരി, ഒബീഡിയൻ്റ് ആവുന്നതാണോ ശരി? നമ്മൾ ട്രൂത്ത്ഫുൾ എന്നുള്ളൊരു ഇതിൽ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മാതാപിതാക്കളെ ഒബീഡിയൻസ് ആയിട്ട് നിൽക്കാം, അല്ലെങ്കിൽ അവരെ റിബലീസ് ആയിട്ട് നിൽക്കാം. സമൂഹത്തെയോ അതിൻ്റെ പൊളിറ്റീഷ്യൻസിനെയും റിബലീസ് ആയിട്ട് നിൽക്കാം, ഒബീഡിയൻ്റ് ആയിട്ട് നിൽക്കാം. അപ്പം ഇതിൽ പിന്നെ ബൈബിളിൻ്റെ എസ്സേ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇത് എന്താ ടോപ്പിക് പഴയ നിയമത്തിലാണ് അങ്ങനെ അനുസരണം ഒക്കെ പറയുന്നത്. പുതിയ നിയമത്തിൽ വരുമ്പോൾ സ്വാതന്ത്ര്യം എന്നുള്ളതിനാണ് പ്രാധാന്യം. സ്നേഹവും സ്വാതന്ത്ര്യവുമാണ് പുതിയ നിയമത്തിന്റെ മുഖമുദ്ര. അപ്പൊ സ്നേഹത്തിൽ ആ സ്വാതന്ത്ര്യം അനുഭവിക്കുക. അപ്പോൾ അനുസരിക്കേണ്ട എങ്ങനെയാണ്? അത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ക്രിസ്തുവിൽ യുക്തമാകും വണ്ണം അനുസരിക്കുക. അപ്പൊ എങ്ങനെയാണ് ക്രിസ്തുവിൽ യുക്തമാകുന്നത്? ഭേദാഭേദങ്ങളെ വിവേചിച്ചറിഞ്ഞിട്ട്. അപ്പൊ അല്ലാതെ ഒരാൾ പറയുന്ന ആള് അയാൾ മുതിർന്ന ആളാണെന്നോ മാതാപിതാവാണെന്നോ അല്ലെങ്കിൽ സഭാധ്യക്ഷനാണെന്നോ പറഞ്ഞ് അൺജസ്റ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഒബേ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ബ്ലാറ്റന്റ് ഒബീഡിയൻസ് ഒന്നും ന്യൂ ടെസ്റ്റ്മെന്റ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നുമില്ല. അപ്പൊ അത് പഴയ നിയമ പുറങ്ങൾ വായിക്കുമ്പോൾ താങ്കളുടെ നിരീക്ഷണം നിഗമനമൊക്കെ ശരിയാണ്. പുതിയ നിയമത്തിൽ വരുമ്പോൾ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്ന സ്വാതന്ത്ര്യം എന്നുള്ളതാണ്, ഫ്രീഡം. പിന്നെ ആ ലഫിലാണ് ആ സ്വാതന്ത്ര്യം, സ്നേഹത്തിലുള്ള സ്വാതന്ത്ര്യം. അത് എങ്ങനെയാണ് നമ്മൾ യുക്തമാകുമണ്ണം അനുസരിക്കാന്ന്, കർത്താവിൽ യുക്തമാകുമണ്ണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ലോജിക്കൽ റീസണിങ് ഉപയോഗിച്ച് ആ യുക്തമാകുന്ന വണ്ണം അത് അനുസരിക്കണമോ? ഇതനുസരിച്ചാൽ മറ്റൊരാൾ ഹർട്ടാകുമോ? ഇതനുസരിച്ചാൽ രാജ്യത്തിന്റെ നിയമങ്ങൾ വയലേറ്റ് ചെയ്യപ്പെടുമോ? ഇതനുസരിച്ചാൽ നമ്മുടെ പ്രകൃതിക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടാകുമോ? ഇപ്പം അപ്പം പറയുകയാണ് 5 ലിറ്റർ കുക്ക് ചെയ്ത ഓയില് ഒരു ജാറിനകത്തുണ്ട്, എടാ നീ അത് തോട്ടിലോട്ട് ഒഴിച്ചേക്കാൻ പറയുമ്പം അപ്പൊ അത് തോട്ടിൽ കൊണ്ടൊഴിച്ചാൽ പരിസ്ഥിതിക്ക് ദോഷമാണ്. അപ്പൊ വിദ്യാഭ്യാസമുള്ള ഈ മകൻ എന്ത് ചെയ്യരുത്? അത് ക്രിസ്തുവിൽ യുക്തമാകുമ്പോഴാണ് അനുസരിക്കേണ്ടത്. അപ്പൊ ഈ പരിശോധനകൾ നടത്തുമ്പോൾ അവിടെ അത് അനുസരിക്കേണ്ടത്. അതാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഉപദേശം. അല്ലാതെ അപ്പം പറഞ്ഞു എന്ന് പറഞ്ഞ് അങ്ങ് അനുസരിച്ചേക്കല്ല. പക്ഷെ അത് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ അങ്ങനെയാണ്, അപ്പം വന്നിട്ട് കഴുത്ത് വെട്ടാൻ പറഞ്ഞ് വെട്ടുക. അപ്പൊ അതാണ് മുസ്ലിങ്ങൾ ഇന്നും പാലിക്കുന്നത്. അത് ആ അക്ഷരം കൊല്ലുന്നു. അതുകൊണ്ടാണ് ഈ അക്ഷരത്തെ അന്ധമായി അനുധാവനം ചെയ്താൽ കൊലപാതകത്തിൽ കലാശിക്കും. അതുകൊണ്ടാണ് അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ജീവനുള്ളത് ജീവിപ്പിക്കുന്നതുമായ ആത്മാവിനെയാണ് ക്രൈസ്തവർക്ക് നൽകിയിരിക്കുന്നത്. അവിടെ വിവേചനം എന്ന് പറഞ്ഞുകൊണ്ട് ആ വിവേചനം വരമായിട്ട് തന്നെ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവിന്റെ. ആ വിവേചിച്ചിട്ട് വേണം, അതാണ് ഭേദാഭേദങ്ങളെ വിവേചിച്ചിട്ട് ക്രിസ്തുവിൽ യുക്തമാകും വണ്ണം അനുസരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. താങ്ക് യു സോ മച്ച്. ആബേലിനെ കൊന്ന കായേനെ കൊലപാതകത്തിന് സപ്പോർട്ട് ചെയ്യാത്ത ദൈവം കൂടെ നിർത്തിയെന്നും ഊഷ്മ വരച്ചു കൊടുത്ത് സംരക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റും കൂടെ വെച്ചു. അതായത് ഈ മോശ കൊടുത്ത നിയമങ്ങൾ, ന്യായപ്രമാണ നിയമങ്ങളല്ല, അത് മോശ കയ്യിൽ നിന്നിട്ട് കൊടുത്തതാണെന്നും അതിന് ദൈവത്തിനൊന്നും പങ്കില്ല എന്നുള്ള ഒരു ധ്വനി വെച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം സംസാരിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യേശുക്രിസ്തു വരുമ്പോഴത്തേക്ക് യേശുക്രിസ്തു ഈ ന്യായപ്രമാണത്തെ എൻഡോസ് ചെയ്ത് സംസാരിക്കുകയും ഈ ന്യായപ്രമാണം നിവർത്തിക്കാൻ വേണ്ടിയിട്ട് വരികയും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ മോശ കൊടുത്തതാണെന്നുണ്ടെങ്കിൽ, ദൈവം കൊടുത്ത, അല്ലെങ്കിൽ പിന്നെ എന്നാത്തിന് യേശുക്രിസ്തു ഇത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് വന്നേ? അതിനൊരു വ്യക്തമായ ഒരു ഉത്തരം വേണം. അങ്ങനെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ട് യേശുവിന്റെ മുമ്പിൽ നിർത്തി ന്യായപ്രമാണം അനുസരിച്ച് അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം. കല്ലെറിയാനുള്ള ആളുകളും റെഡിയായിരുന്നു, കല്ലും റെഡിയായിരുന്നു, ഏറുകൊള്ളാനുള്ള പെണ്ണും റെഡിയായിരുന്നു. അപ്പോൾ യേശു അവളെ വെറുതെ വിടുകയാണ്, കുറ്റവിമുക്തിയാക്കുകയാണ്. അത് ഹാബേലിനെ കൊന്ന കായിനെ റൂഷ്മ വരച്ച് വിട്ട ആ ദൈവത്തിന്റെ മകനാണ് താനെന്ന് യേശു തെളിയിക്കുകയാണ്. മറിച്ച് ശബത്തിൽ ചുള്ളിക്കമ്പ് പെറുക്കിയതിന് സഭ കൂടി എല്ലാവരും അവനെ കല്ലെറിയണമെന്ന് പറഞ്ഞ്. അതിനു മുമ്പ് ആരും അങ്ങനെ ഒരു ഒഫൻസ് ചെയ്തിട്ടില്ല. ചെയ്തത് എന്നാ? പിറ്റേ ദിവസം അപ്പം ചുടാൻ, ഭാര്യയ്ക്കും പിള്ളേർക്ക് അപ്പം ചുട്ടു കൊടുക്കാൻ 2 ചുള്ളിക്കമ്പ്. മരുഭൂമിയിൽ വലിയ വിറക് കൊല്ലം കിട്ടുമോ? ഇല്ല. എവിടെയോ കാറ്റി പറന്നു വന്ന 2 ചുള്ളിക്കമ്പ് എടുത്ത് പാളയത്തിന്റെ അവന്റെ കൂടാരത്തിന്റെ സൈഡിൽ കൊണ്ട് വെക്കുന്ന മറ്റേ കൂടാരത്തിരുന്നോ കണ്ടു. അവൻ ചെന്ന് പരാതി പറഞ്ഞു. പുസ്തകങ്ങൾ പരിശോധിച്ചു, ന്യായപ്രമാണം പരിശോധിച്ചു, അവിടെയൊന്നും ഒരു നിർദ്ദേശവും ഇല്ല, ഒരു കൽപ്പനയില്ല ഇങ്ങനെ ചുള്ളിക്കമ്പ് പെറുക്കാൻ എന്ത് ചെയ്യണം. മോശയോട് ചോദിച്ചു, മോശ പറഞ്ഞു എനിക്കറിയത്തില്ല, നമുക്ക് അങ്ങനെ ഒരു കൽപ്പനയില്ല. അഹ്റോനോട് ചോദിച്ചു, അഹ്റോനും അറിയത്തില്ല. അവസാനം എല്ലാവരോടും കൂടി യഹോവയോട് ചോദിച്ചു. അപ്പൊ യഹോവ എന്ന് പറയുന്ന മാന്യം പറഞ്ഞു, വിടരുത്, അവനെല്ലാവരും കല്ലെറിഞ്ഞ് കൊന്നേക്കാൻ. അപ്പൊ അങ്ങനെ ഒരു കൽപ്പന ഇല്ലാത്ത സ്ഥലത്ത് ഫസ്റ്റ് ഒഫൻസ് ആണ്. അങ്ങനെ ഒരു നിയമമില്ലാത്ത സ്ഥലത്ത് ഈ ഒരു ചുള്ളിക്കമ്പ് പെറുക്കിയവനെ ക്രൂരമായിട്ട് കല്ലെറിഞ്ഞ് കൊന്ന
രക്തദാഹിയായ ബ്ലഡ് ടേസ്റ്റി ഡീമൺ ആയ യഹോവയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് യേശുക്രിസ്തു ഈ നടപടിയിലൂടെ തെളിയിക്കുക. മറിച്ച് ക്രൂരമായിട്ട് സ്വന്തം അനിയനെ കല്ലുകൊണ്ട് തലക്കടിച്ച് കൊന്നിട്ട് ചെല്ലുന്ന കായനെ റൂഷ്മ വരച്ച് അക്വിറ്റ് ചെയ്ത് വിട്ട ആ ദൈവത്തിന്റെ മകനാണ് താനെന്ന് യേശു അവിടെ തെളിയിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് മറ്റേ മനുഷ്യ സൃഷ്ടിയില് ഞാൻ 1:27 എടുക്കണോ, ഉൽപ്പത്തി 1:27 എടുക്കണോ, 2:7 എടുക്കണോ? ചോദ്യം കഴിഞ്ഞു. വേണമെങ്കിൽ വചനം വായിക്കാം. അത് രണ്ട് സൃഷ്ടിവിവരണം ഉണ്ട്. ഒന്ന് എലോഹിസ്റ്റുകളുടെ സൃഷ്ടിവിവരണമാണ്, മറ്റേ യാഹിസ്റ്റുകളുടെ സൃഷ്ടിവിവരണമാണ്. ഇസ്രായേലിൽ രണ്ട് പാരമ്പര്യം ഉണ്ടായിരുന്നു. എലോഹിസ്റ്റ് പാരമ്പര്യമുണ്ട്, യാഹിസ്റ്റ് പാരമ്പര്യമുണ്ട്. എലോഹിസ്റ്റുകളുടേതായ സൃഷ്ടിവിവരണമാണ് 1-ാം അധ്യായത്തിൽ കാണുന്നത്. ആ 1-ാം അധ്യായത്തിലെ സൃഷ്ടിവിവരണങ്ങളിൽ എല്ലാ സസ്യങ്ങളും നിനക്ക് എല്ലാ സസ്യങ്ങളുടെ ഫലങ്ങളും തിന്നാമെന്നാണ് ജനറലി പറഞ്ഞിരിക്കുന്നത്. പിന്നെ യാഹിസ്റ്റ് സൃഷ്ടിവിവരണം വരുമ്പോഴാണ് അവിടെ ഒരെണ്ണത്തിന്റെ തിന്നരുത്, അത് തിന്നാൽ കുഴപ്പമാകും എന്നുള്ള രീതി വരുന്നത്. യാഹിസ്റ്റ് പാരമ്പര്യമാണ്. നിങ്ങൾ എലോഹിസ്റ്റ് പാരമ്പര്യം വായിച്ചാൽ എല്ലാം കഴിച്ചോളാനാണ് പറയുന്നത്. അപ്പൊ എലോഹിസ്റ്റുകളുടെ ആ പാരമ്പര്യമാണ് പൗലുസ്ലീഹ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഓൾ തിങ്സ് ആർ പെർമിസിബിൾ ടു മീ എന്ന് കൊരിന്ത്യരിൽ എല്ലാം അനുവദനീയമാണ് എങ്കിലും എല്ലാം പ്രയോജനപ്രദം, ബട്ട് നോട്ട് ഓൾ ഓഫ് ദാറ്റ് ബെനിഫിഷ്യൽ എന്ന് പറയുന്നത്. അപ്പൊ സകലതും അനുവദനീയമാണെന്നുള്ള ഒരാശയം എലോഹിസ്റ്റിക് ആശയമാണ്. അതുകൊണ്ടാണ് ദൈവം അവിടെ സൃഷ്ടിച്ചിട്ട് നിങ്ങൾ 1:29 ഭൂമിയിൽ എങ്ങും വിത്തുള്ള സസ്യങ്ങളും വൃക്ഷത്തിന്റെ വിത്തുള്ള ഫലം കായ്ക്കുന്ന സകല വൃക്ഷങ്ങളും ഇതാ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു, അവ നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ. അപ്പൊ ഈ വാക്യം വെച്ചിട്ട് ഇന്നത്തെ ഈ മോഡേൺ പ്രൊട്ടസ്റ്റന്റുകാര് അതിനെ ഇത് ചെയ്യാൻ വേണ്ടി, സമരസപ്പെടുത്താൻ വേണ്ടി ആദം പിന്നെ പറിച്ച് തിന്ന ഫലത്തിന്റെ അകത്ത് വിത്തില്ലായിരുന്നു. ആപ്പിളാണെന്നൊക്കെ ചില ആളുകൾ, ഒരിക്കലും അല്ല, ആപ്പിളിനകത്ത് വിത്തുണ്ട്. അപ്പൊ വിത്തുള്ള ഏത് ഫ്രൂട്ട് തിന്നോളാൻ 1:29 കിടക്കുന്നുണ്ട്. അവസാനം ഇപ്പം ഈ പ്രൊട്ടസ്റ്റന്റുകാർ പറയുന്നത് കശുമാങ്ങയാണ് ആദം തിന്നുന്നത്. കാരണം അതിന്റെ അണ്ടി തൂങ്ങിക്കിടക്കല്ലേ, അതുകൊണ്ട് അതിനകത്തല്ലായിരുന്നു അണ്ടി. അതാണ് ഇപ്പം കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അണ്ടി ഊമ്പിക്കൊണ്ടാണ് അവരിപ്പം നടക്കുന്നത്. ഈ വാക്യം കാരണം അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇക്കാക്ക വാക്യം അധികം പുറത്തെടുക്കണ്ട. നമുക്ക് ഷിബിച്ചാന് പോകാൻ തിരക്കുണ്ട്. നമുക്ക് ഈ ഡെലിഗേറ്റ് ആയിട്ട് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്ന് അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സമയം നമുക്ക് ചെലവഴിച്ചു. വോട്ട് ഓഫ് താങ്ക്സ് പറയാനായിട്ട് ആശന ക്ഷണിക്കുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം ഒത്തിരി മണിക്കൂറുകൾ ചെലവഴിച്ചു. അദ്ദേഹത്തിന്റെ പ്രസന്റേഷൻ വളരെ ഗംഭീരമായിരുന്നു. അദ്ദേഹത്തോട് ഒത്തിരി പേര് ചോദ്യങ്ങൾ ചോദിച്ചു. അദ്ദേഹം ഈ കോൺടെസ്റ്റിനോട് അനുരൂപമായ ഉത്തരങ്ങൾ കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തെ ക്ലബിന്റെ പേരിലും ഇന്നത്തെ ഈ വിഷയത്തിൽ ആസ്പദമായ അദ്ദേഹം എടുത്ത നിലപാടുകൾക്കും ആശയങ്ങൾക്കുമായി അദ്ദേഹത്തിന് നന്ദി പറയുന്നു. അദ്ദേഹത്തിന് സമയക്കുറവ് മൂലമാണ് അദ്ദേഹം റൂമിൽ നിന്ന് റിലീവ് ചെയ്യുന്നു പറയുന്നുണ്ട്. താങ്ക് യു ഷിബിച്ച, താങ്ക് യു ഫോർ യുവർ ഗ്രേറ്റ് പ്രസന്റേഷൻ. താങ്ക് യു.